ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ വരുണിൻ്റെയും രാധികയുടെയും ജീവിതം സന്തോഷകരമായി തീർക്കുന്നതിന് വേണ്ടി പ്രിയങ്ക ആവശ്യപ്പെട്ട നഷ്ടപരിഹാരം 25 കോടി നൽകാൻ തന്നെ കണിമംഗലത്തുള്ളവരെല്ലാവരും ചേർന്ന് തീരുമാനിക്കണം. അങ്ങനെ ആ 25 കോടി കൊടുക്കുന്നതിനായിട്ട് വരുണും രാധികയും പുറപ്പെടുന്നതിന് മുൻപ് ജയഭാരതി മുത്തശ്ശി കൽപ്പനയും ഉർവശിയും അരികിലേക്ക് വിളിപ്പിച്ച് പ്രിയങ്കയുമായിട്ടുള്ള ബന്ധം എന്നേക്കുമായി അവസാനിക്കുകയാണെന്നും ഇനി പ്രിയങ്കയെ വിളിച്ച് ഇവിടെയുള്ള വിശേഷങ്ങളൊന്നും തന്നെ നിങ്ങൾ പറയേണ്ടതില്ല എന്നും അതുപോലെ തന്നെ അവളുടെ വിശേഷങ്ങളൊന്നും ഇവിടെയുള്ളവരെ ആരെയും അറിയിക്കാനും നിങ്ങൾ ശ്രമിക്കേണ്ടതില്ല എന്നും അങ്ങനെ എന്തെങ്കിലും ശ്രമിച്ചാൽ പിന്നെ നിങ്ങളുടെ സ്ഥാനം ഈ പടിക്ക് പുറത്തായിരിക്കുമെന്നും ജയഭാരതി മുത്തശ്ശി ഇരുവരോടുമായി ആജ്ഞാപിക്കുന്നു. എല്ലാം കേട്ട് ആകെ ഭയന്നു നിൽക്കുകയാണ് കൽപ്പനയും ഉർവശിയും. അപ്പോഴേക്കും വരുണും രാധികയും താഴേക്കെത്തി. അവർ വക്കീൽ ആഫീസിലേക്ക് പുറപ്പെടുകയാണ് എന്ന് പത്മിനിയോടും ജയഭാരതി മുത്തശ്ശിയോടും അനുവാദം വാങ്ങിച്ച് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അച്ഛൻ പണവുമായി ഓഫീസിലേക്ക് എത്തിക്കോളാമെന്നാണ് തന്നോട് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി വരുൺ അവരെ അറിയിക്കണം. അങ്ങനെ സന്തോഷത്തോടെ അവർ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന കാഴ്ച കണ്ട് പത്മിനിയും ജയഭാരതി മുത്തശ്ശിയും മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ അകത്തേക്ക് പോകുമ്പോൾ ഈ കാഴ്ച കണ്ട് കൽപ്പന വേദനയോടെ ഉർവശിയോട് പറഞ്ഞു, ചെറിയമ്മേ, ഇന്നത്തോടെ പ്രിയങ്ക എന്നുള്ള ആ ഒരു അധ്യായം വരുണിന്റെ ജീവിതത്തിൽ നിന്ന് അവസാനിക്കുകയാണല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യും എന്ന് സങ്കടത്തോടെ ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല എന്നും ഇതൊക്കെ വെറും അവരുടെ ആഗ്രഹങ്ങൾ മാത്രമാണെന്നും ഇതൊരിക്കലും നടക്കുകയില്ല എന്നും ഇത് നടക്കാൻ പോകുന്നില്ല എന്ന് തനിക്ക് വാക്ക് നൽകിയിരിക്കുന്നത് തൻ്റെ പ്രിയപ്പെട്ട ചന്ദ്രേട്ടനാണെന്നും അത് മറ്റാരേക്കാളും എന്തിനേറെ പറയുന്നു ദൈവത്തെക്കാളും എനിക്ക് വിശ്വാസമാണ് എൻ്റെ ചന്ദ്രേട്ടൻ്റെ വാക്കുകൾ എന്ന് ഉർവശി പറയുന്നത് കേട്ട് അതിശയത്തോടെയും വളരെ സന്തോഷകരമായ ഒരു ദിവസം തങ്ങൾക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ കൽപ്പനയും ഉർവശിയും കാത്തിരിക്കുന്നു. അങ്ങനെ അവർ പ്രതീക്ഷയോടെ തൻ്റെ പ്രിയപ്പെട്ടവന്റെ ഉർവശിയുടെ പ്രിയപ്പെട്ടവനായ ചന്ദ്രേട്ടന്റെ വാക്കുകൾ സന്തോഷത്തോടെ ഓർത്തുകൊണ്ട് കൽപ്പനയും ഉർവശിയും അകത്തേക്ക് പോകുന്നു. ഈ സമയത്താണ് കണിമംഗലത്ത് പണം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഓഫീസിലേക്ക് വന്നെത്തിയ പരമേശ്വരൻ ഓഫീസ് ക്യാബിൽ തന്നെ കാത്തിരിക്കുമ്പോൾ പുറത്ത് ഈ കാഴ്ച കണ്ട ബെഞ്ചമിൻ ഉടനെ തന്നെ ചന്ദ്രശേഖരനെ വിളിക്കുന്നു. സർ, എന്തായി, ഇന്നത്തെ ഈ ചടങ്ങ് നടക്കുമോ എന്ന് ചോദിച്ചപ്പോൾ വെയിറ്റ് ചെയ്യടോ, അല്പസമയത്തിനുള്ളിൽ മനോഹരൻ നിങ്ങളുടെ ക്യാബിനിലേക്ക്, അതായത് ചേട്ടൻ്റെ ക്യാബിനിലേക്ക് കയറി വരും. മനോഹരൻ പറയാൻ പോകുന്ന വാർത്ത എന്തെന്ന് വെച്ചാൽ പണം കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നും പണം കിട്ടിയിട്ടില്ല എന്ന ഉത്തരമാണ് അയാൾ അവിടെ വന്ന് പറയാൻ പോകുന്നത്. ബെഞ്ചമിൻ നോക്കിയിരുന്നോ എന്നറിയിച്ചു. അങ്ങനെ പറഞ്ഞതോടെ ഫോൺ വെച്ചപ്പോഴേക്കും ബെഞ്ചമിന് വല്ലാത്ത ടെൻഷനായി. ഇനി അങ്ങനെ തന്നെയായിരിക്കുമോ സംഭവിക്കുക, അതോ ഇനി പണം അവർക്ക് കിട്ടുമോ? അങ്ങനെ ഒരു ടെൻഷൻ ബെഞ്ചമിൻ്റെ മനസ്സിനെ വല്ലാതെ അലട്ടി. ഈ സമയത്ത് വക്കീൽ ഓഫീസിൽ ഉടൻ തന്നെ വരുണും രാധികയും എത്തിച്ചേരുമെന്ന് തൻ്റെ സബോർഡിനേറ്റിനോട് ആരതി വർമ്മ അറിയിച്ചു. സുകുമാരിയും പേരക്കുട്ടി പ്രിയങ്കയും എപ്പോഴത്തേക്കാണ് എത്തുന്നതെന്ന് അറിയില്ല. എന്തായാലും വരുണും രാധികയും ഉടൻ തന്നെ എത്തുമെന്ന് പറഞ്ഞ് തീരുമ്പോഴേക്കും അവിടേക്ക് വരുണും രാധികയും കയറി വന്നു. ഇരുവരെ കണ്ടതോടെ വളരെ സ്നേഹത്തോടെ ഇരുവരെയും സ്വീകരിച്ച് ആ ചെയറിലേക്ക് ഇരുത്തുകയാണ് ആരതി. പണവുമായിട്ട് ഉടനെ തന്നെ അച്ഛൻ എത്തുമല്ലോ അല്ലേ എന്ന ആരതിയുടെ ചോദ്യത്തിന് അച്ഛൻ ഉടനെ തന്നെ ഇവിടേക്ക് എത്തുമെന്നും പണമെടുക്കാനായിട്ട് ഓഫീസിലേക്ക് പോയിരിക്കുകയാണ് എന്ന് വരുൺ അറിയിച്ചു. എന്തായാലും ഇന്നത്തോടെ പ്രിയങ്കയുടെ അധ്യായം അവസാനിക്കുകയാണെന്നും പ്രിയങ്കയുമായിട്ട് ഇവിടെ വെച്ച് ഒരു വാക്കേറ്റത്തിനോ എന്തെങ്കിലും ഒരു വാക്ക് തർക്കത്തിനോ തയ്യാറെടുക്കരുത് എന്നും ഒരു മുന്നറിയിപ്പ് എന്നോണം ആരതി വർമ്മ അറിയിക്കുമ്പോൾ അത് കേട്ടതോടെ വരുൺ പറഞ്ഞു, ഇത്രയും പ്രിയങ്ക ഇത്രത്തോളം മോശക്കാരിയായി മാറിയത് മറ്റൊന്നും കൊണ്ടല്ല, ഇയാളുടെ ഈ ഒരു ക്ഷമ കൊണ്ടും ഇയാൾ ഒറ്റയൊരാൾ കാരണമാണ് അവൾ ഇത്രത്തോളം അഹങ്കാരിയും കുഴപ്പക്കാരിയുമായതെന്ന് വരുൺ രാധികയെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ അത് കേട്ടതോടെ രാധിക ചോദിച്ചു, ഞാൻ എന്ത് ചെയ്തെന്ന് വരുൺ ഈ പറയുന്നത്? അപ്പോഴേക്കും വരുൺ പറഞ്ഞു, തൻ്റെ ഈ സഹനശക്തി താൻ എപ്പോഴും അവൾക്ക് മുന്നിൽ തോറ്റു കൊടുക്കാനായി കാണിച്ച തൻ്റെ ഈ മനോഭാവവും തോൽക്കാനായിട്ട് താൻ തയ്യാറായതുമാണ് അവളെ ഇത്രത്തോളം അഹങ്കാരിയും ഇത്ര ഉപദ്രവകാരിയുമാക്കി മാറ്റിയത് എന്ന് വരുൺ രാധികയോട് പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞതോടെ ആകെ വിഷമിക്കുന്ന രാധികയോട് അടുത്തിരുന്ന ആരതി വർമ്മ പറഞ്ഞു, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനിയെങ്കിലും നല്ലൊരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു നീക്കം നടത്തുമെന്ന് പറഞ്ഞപ്പോൾ പ്രിയങ്കയെ അങ്ങനെ വിശ്വസിക്കാൻ കഴിയുകയില്ല എന്ന് വരുൺ ആരതി വർമ്മയെ അറിയിച്ചപ്പോൾ ആരതി വർമ്മ പറഞ്ഞു, എനിക്കറിയാൻ വരുൺ, ഇതിനു മുൻപ് വരുണിനോട് അവൾ കാണിച്ചിട്ടുള്ള മോശമായ നിലപാട് എന്തായാലും എനിക്ക് അതൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ വരുൺ ഒന്നുകൊണ്ടും ടെൻഷൻ ആവേണ്ടതില്ല. ഈ ഒരു പ്രശ്നത്തിൽ ഞാൻ പറയുന്ന പോലെ തന്നെ കാര്യങ്ങൾ നടന്നിരിക്കും. ഈ ഒരു പ്രശ്നത്തിൽ ഇവിടെ ടെൻഷൻ എടുക്കേണ്ട ആവശ്യകത ഒന്നും തന്നെ ഇല്ല എന്നും എല്ലാം ഭംഗിയായി തന്നെ അവസാനിക്കുമെന്നും വരുൺ സമാധാനത്തോടു കൂടി ഇരുന്നോളാനും
പറയുന്ന വരുണിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ആരതി വർമ്മ അറിയിക്കുമ്പോൾ ആരതി വർമ്മയുടെ ആ വാക്കുകളെ വിശ്വസിച്ച് സന്തോഷത്തോടെ വരുണും രാധികയും ഇരുന്നു. അപ്പോഴാണ് അവിടേക്ക് പ്രിയങ്കയും സുകുമാരി അമ്മയും എത്തിയത്. ഇരുവരും അകത്തേക്ക് കയറി വന്നതോടെ അവിടെ ഇരിക്കുന്ന രാധികയെ കണ്ട് പകയോടെ പ്രിയങ്ക ചോദിച്ചു, ഇന്നത്തോടെ ഞാനുമായിട്ടുള്ള എല്ലാ ബാധ്യതയും അവസാനിപ്പിക്കുകയാണല്ലോ അല്ലേ? നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നിങ്ങൾക്ക് മാത്രമായി സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾ ഉണ്ടാവുമല്ലോ അല്ലേ? എന്നെ എന്നേക്കുമായി ഒഴിവാക്കുകയല്ലേ എന്ന് ചോദിച്ചപ്പോൾ രാധിക ദേഷ്യത്തോടെ അതിനുള്ള പണവും ഒരിക്കലും കിട്ടാൻ പാടില്ലാത്ത പണവും നേടിയിട്ടല്ലേ നീ പോകുന്നത് എന്നതായിരുന്നു രാധികയുടെ ചോദ്യം. അത് കേട്ടതോടെ ആകെ ദേഷ്യത്തിൽ രാധികയോട് പ്രിയങ്ക സംസാരിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും അവിടെ നിന്ന് എന്നേക്കുമായി എൻ്റെ അവകാശങ്ങളൊക്കെ നിനക്ക് ഞാൻ വിട്ടു തന്നിട്ടല്ലേ എന്നായിരുന്നു പ്രിയങ്കയുടെ ചോദ്യം. അപ്പോഴേക്കും ആരതി വർമ്മ അതിനിടയിൽ കയറി ഇടപെട്ടു. അതെ, നിങ്ങൾ രണ്ടുപേർക്കും ഇടയിൽ ഇവിടെ ഒരു സംസാരം വേണ്ട. ഇവിടെ വന്നിരിക്കുന്ന എന്ത് കാര്യത്തിനാണെന്ന് രണ്ടുപേർക്കും അറിയാമല്ലോ. അതുകൊണ്ട് ഇവിടെ വെച്ചൊരു സംസാരം വേണ്ട എന്ന് പറഞ്ഞു ഇരുവരെയും അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ് ആരതി വർമ്മ. അങ്ങനെ ആരതിയുടെ വാക്കുകൾക്കിടെ രണ്ടുപേരും കുറച്ചു നേരത്തേക്ക് ഒന്നും മിണ്ടാതിരുന്നു. ഉടനെ വരുണും രാധികയും എന്നേക്കുമായി പ്രിയങ്ക എന്ന ആ ബാധ്യത ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ പ്രിയങ്ക വല്ലാതെ കലുതുള്ളി നിൽക്കുന്നത് കണ്ട് സുകുമാരി അമ്മ പ്രിയങ്ക പിടിച്ചു നിർത്തി. എടി മോളെ, നീ ഇങ്ങനെ ദേഷ്യപ്പെട്ടാൽ എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നടപ്പിലാവുന്നത്? ഒരിക്കലും ലഭിക്കാൻ ഒരു കാലത്തും കിട്ടുകയില്ല എന്ന് വിചാരിച്ച അത്രയും വലിയൊരു തുകയാണ് നമുക്ക് മുന്നിലേക്ക് വരുന്നത്. ഈ പണം ഇനി ഇവർക്കെതിരെ തന്നെ നമുക്ക് പ്രയോജനപ്പെടുത്തണം. നമ്മൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുകയും ചെയ്തു. ഇവർക്ക് എന്താവശ്യമായിരുന്നു നമ്മളെ ജയിലിൽ നിന്ന് പുറത്തിറക്കാനേ? ജയിലിൽ തന്നെ കിടന്നോട്ടെ എന്ന് അവർക്ക് തീരുമാനിക്കാമായിരുന്നല്ലോ. പക്ഷേ ഇങ്ങനെയൊരു ഓഫറും ഇത്രയും വലിയൊരു കാര്യം നമുക്ക് വേണ്ടി ചെയ്തു തന്നതുകൊണ്ട് തൽക്കാലം നീ പ്രതികരിക്കാതിരിക്കെ, നമ്മുടെ പണം ഇങ്ങ കയ്യിലേക്ക് കിട്ടട്ടെ എന്ന് പറഞ്ഞ് സുകുമാരി അമ്മ പ്രിയങ്കയെ സമാധാനപ്പെടുത്തി നിർത്തുന്നു. അപ്പോഴാണ് വരുണും രാധികയും അവിടെ ഓഫീസിൽ കാത്തിരിക്കുന്നുണ്ടെന്ന് വിവരം അറിഞ്ഞ് പരമേശ്വരൻ ക്യാബിനിൽ തൻ്റെ ഓഡിറ്റർ, തൻ്റെ അക്കൗണ്ടന്റ് മനോഹരനെ വിളിച്ചു. മനോഹരൻ അരികിലേക്ക് എത്തിയതും പണം എവിടെ മനോഹരൻ എന്ന് പരമേശ്വരൻ അന്വേഷിച്ചപ്പോൾ പണം കൊണ്ടുവരാൻ കഴിഞ്ഞില്ല സാർ. നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം ഫ്രീസ് ചെയ്തിരിക്കുകയാണെന്നും ഹെഡ് ഓഫീസിൽ നിന്നാണ് അങ്ങനെ ഒരു നീക്കം വന്നിരിക്കുന്നതെന്നും അറിയിച്ചു. അതെന്തുകൊണ്ടാണ് എന്ന് ആശങ്കയോടെ പരമേശ്വരൻ ചോദിച്ചപ്പോൾ അത് നമ്മുടെ അക്കൗണ്ട്സിൽ കുറേ നാളുകളായിട്ട് നടന്ന തിരിമറി, അത് ബാങ്കുകാർക്ക് ചില സംശയങ്ങളുണ്ടെന്നും അവർ ആ സംശയം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. ഉടനെ തന്നെ ബാങ്കിൽ നിന്ന് നമ്മുടെ ഓഫീസിലേക്ക് ഒരു ഇൻസ്ട്രക്ഷന് ആളുകൾ എത്തിച്ചേരുകയും ചെയ്യുമെന്ന് അറിയിച്ചു. എല്ലാം കേട്ടതോടെ പരമേശ്വരനാകെ തകർന്നു നിൽക്കുകയാണ്. അപ്പോൾ മനോഹരൻ ഇന്ന് കൊടുക്കാമെന്ന് പറഞ്ഞ ആ പണം കൊടുക്കാനാവില്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും ഇല്ല സാർ, തൽക്കാലം അത് കൊടുക്കാൻ സാധിക്കില്ല എന്ന് മനോഹരൻ സങ്കടത്തോടെ അറിയിച്ചു. ഇങ്ങനെയൊരു തിരിമറി എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ പുതിയ മാനേജർ ബെഞ്ചമിൻ ചാർജ് എടുത്തതിന് ശേഷമാണ് അക്കൗണ്ട്സിൽ ഇത്തരം വലിയ തിരിമറികൾ കണ്ടെത്താൻ സാധിച്ചതെന്നാണ് ബാങ്കിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് എന്ന് മനോഹരൻ പറഞ്ഞത് കേട്ട് ഉടനെ തന്നെ ബെഞ്ചമിനെ അകത്തേക്ക് വിളിക്കാനായി പരമേശ്വരൻ അറിയിച്ചു. പുറത്താകെ ടെൻഷൻ അടിച്ചിരുന്ന ബെഞ്ചമിനെ മനോഹരൻ വന്ന് വിളിച്ചതും വേഗം തന്നെ അകത്തേക്ക് കയറി ചെന്ന ബെഞ്ചമിൻ സർ, എന്താ സർ വിളിപ്പിച്ചത് എന്നന്വേഷിച്ചു. കുറേ നേരത്തേക്ക് പരമേശ്വരൻ വല്ലാത്ത ദേഷ്യത്തോടെ ബെഞ്ചമിനെ തന്നെ നോക്കി. എന്താ കാര്യം എന്നറിയാതെ ബെഞ്ചമിൻ വീണ്ടും സാർ എന്തിനാ വിളിപ്പിച്ചതെന്ന് പറഞ്ഞില്ല എന്ന് ചോദിച്ചപ്പോഴേക്കും ബെഞ്ചമിനോട് പരമേശ്വരൻ പറഞ്ഞു, നമ്മുടെ അക്കൗണ്ട്സ് എല്ലാം ഫ്രീസ് ചെയ്തിരിക്കുകയാണ് ബാങ്കിൻ്റെ ഹെഡ് ഓഫീസിൽ നിന്ന്. അതിന് കാരണം നമ്മുടെ ഓഫീസിൽ ഈ കുറച്ച് നാളായിട്ട്, അതായത് കൃത്യമായി പറഞ്ഞാൽ ബെഞ്ചമിൻ ഈ ഓഫീസിലേക്ക് ചാർജ് എടുത്തതിന് ശേഷമുള്ള അക്കൗണ്ട്സിലാണ് തിരിമറികൾ സംഭവിച്ചിരിക്കുന്നത്. മനോഹരൻ ആ സമയത്ത് ലീവിലായിരുന്നു എന്നതും അതിനൊരു കാരണമാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഇവിടുത്തെ അക്കൗണ്ട്സ് സംഭവിച്ചതെന്നതിനെക്കുറിച്ച് ഒരു വിശദമായ അന്വേഷണം ഞാൻ നടത്താൻ പോവുകയാണെന്ന് അറിയിച്ചപ്പോൾ അത് കേട്ടതോടെ ബെഞ്ചമിൻ പറഞ്ഞു, തീർച്ചയായിട്ടും വേണം സർ. അപ്പോൾ സത്യം എന്താണെന്ന് അറിയാൻ കഴിയുമല്ലോ എന്ന് ചോദിച്ചപ്പോഴേക്കും ആ അന്വേഷണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബെഞ്ചമിൻ ഇവിടെ എന്തെങ്കിലും തിരിമറി കാണിച്ചു എന്നതാണ് എന്ന് തനിക്ക് തിരിച്ചറിയാൻ സാധിച്ചാൽ, ഇനി അഥവാ ഇവിടെയുള്ള മറ്റാരുടെയും ഭാഗത്തു നിന്നാണ് അങ്ങനെ ഒരു വീഴ്ച വന്നിരിക്കുന്നതെന്ന് അറിഞ്ഞാൽ ആ നിമിഷം അവർക്കെതിരെ കൃത്യമായ ആക്ഷൻ എടുത്തിരിക്കും. എന്തായാലും ഈ സ്ഥാപനത്തെ തകർക്കാൻ ശ്രമിച്ചവരാരാണെങ്കിലും അതിനുള്ള തക്കതായ ശിക്ഷ അവർ അനുഭവിക്കുക തന്നെ ചെയ്യും. അത്രത്തോളം കഷ്ടപ്പെട്ട് ഞാൻ പടുത്തുയർത്തിയതാണ് എൻ്റെ ഈ സ്ഥാപനമെന്ന് പരമേശ്വരൻ വിഷമത്തോടെ പറയുമ്പോൾ തൻ്റെ ഈ ഓഫീസിലെ ഇത്രയും നാളത്തെ തൻ്റെ സേവനം അവസാനിപ്പിക്കാൻ സമയമായി എന്നൊരു ടെൻഷൻ ബെഞ്ചമിൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തി. അപ്പോഴേക്കും വരുണും രാധികയും കുറേ നേരമായി കാത്തിരുന്നിട്ടും പണവുമായി പരമേശ്വരൻ എത്താത്തതുകൊണ്ട് അവിടെ കാത്തിരുന്ന പ്രിയങ്കയും സുകുമാരിയമ്മയും വല്ലാതെ ദേഷ്യത്തിലായി. അല്ല, കുറേ നേരമായല്ലോ വക്കീലെ ഇവിടെ വന്നിരിക്കുന്നത്, പണം ഇതുവരെയായിട്ടും എത്തിയിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും ആരതി വരുണിനോട് ചോദിച്ചു, എന്താ വരുൺ, അച്ഛൻ എത്താറായില്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും ഉടനെ എത്തും വക്കീലെ എന്ന് പറഞ്ഞു.
അടുത്തിരുന്ന പ്രിയങ്കയും സുകുമാരിയമ്മയും പറഞ്ഞു, വക്കീലെ, ഞങ്ങളുടെ സമയത്തിന് വിലയുണ്ട്. ഞങ്ങൾ വേഗം ഒപ്പിട്ടിട്ട് അങ്ങ് പൊയ്ക്കോളാം, പണവും കൈപ്പറ്റിയിട്ട്. അതിന് ഇനി ഇങ്ങനെ കാത്തിരിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല. ഞങ്ങൾ കുറേ നേരമായില്ലേ ഇവിടെ വന്ന് ഇരിപ്പ് തുടങ്ങിയിട്ട് എന്നല്ല ബഹളം വെച്ചതോടെ ആരതി വരുണിനോട് പറഞ്ഞു, വരുൺ ഒന്ന് വിളിച്ചന്വേഷിച്ച് നോക്കൂ, എന്തായി കാര്യം എന്നറിയാമല്ലോ എന്ന് പറയുമ്പോഴേക്കും പരമേശ്വരനാകെ തളർന്ന് ആകെ ടെൻഷനോടെ തിരിച്ച് കണിമംഗലത്തേക്ക് എത്തി. പരമേശ്വരൻ ആകെ തളർന്ന അവശനായി ആ സ്റ്റെപ്പിൽ വന്നിരിക്കുമ്പോൾ ഈ കാഴ്ച മുകളിൽ നിന്ന് ബാൽക്കണിയിൽ നിന്ന് ഉർവശിയും കൽപ്പനയും കാണാനിടയായി. ഉടനെ ഉർവശി പറഞ്ഞു, അതെ, ചേട്ടൻ്റെ ആ വരവ് കണ്ടിട്ട് കാര്യം എത്ര പന്തിയില്ല. എന്തായാലും നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് രണ്ടുപേരും എന്താണ് സംഭവം എന്നറിയാനായി വേഗം താഴേക്ക് ഓടിയെത്തി. ഇതിനിടെ പത്മിനി വാതിൽക്കൽ തളർന്നു വന്നിരിക്കുന്ന പരമേശ്വരനെ കാണാനിടയായി. ഉടൻ തന്നെ പരമേശ്വരൻ അരികിലേക്ക് ഓടിയെത്തുകയും പരമേശ്വരനെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് പതിയെ അകത്ത് സെറ്റിയിൽ കൊണ്ടുവന്നിരുത്തുന്നു. ആകെ തളർന്നു വന്നിരിക്കുന്ന പരമേശ്വരനെ കണ്ട് ഭയന്നുപോയ പത്മിനി ഉടനെ തന്നെ ജയഭാരതി അമ്മയെ വിളിച്ചു. ജയഭാരതി അമ്മ ഓടി വന്നതും എന്തു പറ്റിയെന്ന് അന്വേഷിച്ചപ്പോൾ ആകെ ടെൻഷനോടെ ഇരിക്കുന്ന പരമേശ്വരന് വേഗം കുടിക്കാൻ വെള്ളം എടുത്തു കൊടുക്കാൻ ജയഭാരതി അമ്മ അറിയിച്ചു. വേഗം തന്നെ പത്മിനിയും വെള്ളം എടുത്ത് പരമേശ്വരന് കൊടുത്തതും ആ വെള്ളം കുടിച്ചു കഴിയുമ്പോഴേക്കും പരമേശ്വരനാകെ തളർന്ന അവശനായി ജയഭാരതി അമ്മയോട് പറഞ്ഞു, അമ്മേ, നമ്മൾ ആഗ്രഹിച്ചതുപോലെ കുട്ടികളോട് പറഞ്ഞതുപോലെ നമ്മൾക്ക് ആ പണം കൊടുക്കാൻ കഴിഞ്ഞില്ലമ്മേ. വരുണിന്റെ ജീവിതത്തിൽ നിന്ന് പ്രിയങ്കയെ എന്നേക്കുമായി ഒഴിവാക്കാൻ കഴിയുകയില്ല എന്ന് വേദനയോടെ അറിയിച്ചു. അത് കേട്ടതോടെ എന്താ സംഭവിച്ചതെന്ന് ജയഭാരതി അമ്മ അന്വേഷിച്ചപ്പോഴേക്കും പത്മിനിയോട് പരമേശ്വരൻ പറഞ്ഞു, എടോ, തന്നോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ, നമ്മുടെ ഓഫീസിൽ കുറച്ച് നാളായിട്ട് ഒരു നിഴൽ വീണിട്ടുണ്ട് എന്ന്. അത് ചെറിയ രീതിയിലല്ല, കാര്യമായിട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ അക്കൗണ്ട്സിൽ തിരിമറികൾ നടന്നിരിക്കുന്നത് കൊണ്ട് നമ്മുടെ അക്കൗണ്ട്സ് എല്ലാം ഫ്രീസ് ചെയ്തിരിക്കുകയാണ് ഹെഡ് ഓഫീസിൽ നിന്ന്. ഇനി ബാങ്കിൽ നിന്ന് ഇൻസ്പെക്ഷൻ എത്തി അക്കൗണ്ട്സ് വെരിഫൈ ചെയ്യാതെ അവരൊരിക്കലും ഒരു കാരണവശാലും ആ ഫ്രീസിങ് മാറ്റുകയില്ല എന്നറിയിച്ചു. അത് കേട്ടതോടെ വല്ലാത്ത ടെൻഷനോടെ ജയഭാരതി മുത്തശ്ശിയും പത്മിനിയും അങ്ങനെ നിൽക്കുമ്പോൾ ഈ വാർത്ത കേട്ട് സന്തോഷിക്കുകയായിരുന്നു ഉർവശിയും കൽപ്പനയും. അപ്പോൾ ആ ഡീല് നടന്നില്ല. ഇതിൻ്റെ പിന്നിൽ എന്തായാലും ചന്ദ്രേട്ടൻ തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല എന്ന് ഉർവശി സന്തോഷത്തോടെ കൽപ്പനയോട് അറിയിക്കുമ്പോൾ ചെറിയച്ചൻ വന്നതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ, ചെറിയച്ചൻ വന്നതിൻ്റെ നീക്കങ്ങളും അതിൻ്റെ ലക്ഷണങ്ങളും നമുക്ക് അനുകൂലമായി കണ്ടു തുടങ്ങിയെന്ന് സന്തോഷത്തോടെ ഉർവശിയോട് കൽപ്പന പറയുന്നു. അപ്പോഴാണ് അവിടെ വക്കീൽ ഓഫീസിലിരുന്ന് ആകെ മടുത്തിട്ട് വരുൺ പരമേശ്വരൻ്റെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ അത് സ്വിച്ച് ഓഫ് എന്നറിയിച്ചു. വേഗം ബെഞ്ചമിൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ടും അതും ഔട്ട് ഓഫ് കവറേജ് എന്നാണ് കേൾക്കുന്നത്. ഇതെല്ലാം കണ്ടതോടെ ആകെ ടെൻഷനായി വരുന്നു. ഉടനെ രാധിക ചോദിച്ചു, വരുൺ, ഓഫീസിലെ മറ്റേതെങ്കിലും സ്റ്റാഫിനെ വിളിച്ചു നോക്ക് എന്ന് പറഞ്ഞപ്പോൾ വേഗം മനോഹറിൻ്റെ ഫോണിലേക്ക് വരുൺ വിളിച്ചു. മനോഹരൻ കോൾ എടുത്തതും വരുൺ ചോദിച്ചു, ഇത്രയും നേരമായിട്ട് അച്ഛൻ പണവുമായിട്ട് എത്തിയിട്ടില്ലല്ലോ മനോഹര, എന്താ ശരിക്കും സംഭവിച്ചത്? അച്ഛൻ പുറപ്പെട്ടോ എന്ന് ചോദിച്ചു. അത് കേട്ടതോടെ മനോഹരൻ പറഞ്ഞു, സോറി സർ, പണം കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ഇന്ന് ബാങ്കിൽ നിന്ന് അത്രയും വലിയ തുക നമുക്കെടുക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ അതെന്താണ് കാര്യമെന്ന് വരുൺ അന്വേഷിച്ചു. അപ്പോഴേക്കും വിശദമായി കാര്യങ്ങൾ മനോഹരൻ അറിയിച്ചതോടെ വരുൺ ആകെ തളർന്നു പോന്നു. ഉടനെ അരികിലേക്ക് എത്തി രാധിക ചോദിച്ചു, എന്താ വരുൺ, എന്താ പറ്റിയത് എന്ന് ചോദിച്ചപ്പോഴേക്കും, അതെ, നമ്മുടെ ആഗ്രഹങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ലടോ, നമ്മുടെ സ്വപ്നങ്ങളൊന്നും നടക്കില്ല. അത് കേട്ടതും രാധിക കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ വരുൺ പറഞ്ഞു, നമ്മുടെ ഓഫീസിൽ കുറച്ച് നാളായി നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ കാരണം നമ്മുടെ അക്കൗണ്ട്സിൽ നിന്ന് പണം വിഡ്രോ ചെയ്യാൻ സാധിച്ചില്ല. അതുകൊണ്ട് പണവുമായി അച്ഛനെത്താൻ കഴിയില്ല എന്ന് വേദനയോടെ വരുൺ അറിയിച്ചു. ഈ സമയത്ത് വീണ്ടും ആരതിക്ക് അരികിലേക്ക് എത്തി ബഹളം വെക്കുകയാണ് സുകുമാരിയമ്മ. അതെ, കുറേ നേരമായാലും ഞങ്ങൾ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. പണം എപ്പോൾ കിട്ടും? ഞങ്ങൾക്ക് ഇനി ഇങ്ങനെ കാത്തിരിക്കാൻ കഴിയില്ല. ഞങ്ങളുടെ വേറെ ആവശ്യങ്ങളുള്ളതാണ്, പല കാര്യങ്ങൾക്കായി ഞങ്ങൾക്ക് പോകേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുന്ന സുകുമാരിയമ്മയ്ക്കും പ്രിയങ്കയ്ക്കും മറുപടി നൽകാനാകാതെ ആകെ വിഷമിച്ച് നിൽക്കുന്ന ആരതി വർമ്മയ്ക്ക് മുന്നിലേക്ക് വരുണും രാധികയും എത്തി. എന്തായാലും നീയൊക്കെ പറഞ്ഞതുപോലെ പണം കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞിട്ട് പണവുമായി ഇതുവരെയായിട്ടും ആരും എത്തിയില്ലല്ലോ. നീയൊക്കെ വെറുതെ ഞങ്ങളെ പറ്റിക്കുകയായിരുന്നല്ലേ എന്ന് ചോദിച്ചു സുകുമാരി അമ്മയും പ്രിയങ്കയും ബഹളം വയ്ക്കുമ്പോഴേക്കും ഉടൻ തന്നെ അവിടേക്ക് പണവുമായി എത്തിയിട്ട് പണം ഞാൻ തന്നാൽ പോരെ എന്ന് ചോദിച്ച് ശ്യാമ മേഡം അകത്തേക്ക് കയറി വരുന്നതോടെ ആരതി സന്തോഷത്തോടെ ചെറിയമ്മയെ നോക്കി. വരുണും രാധികയും ഞെട്ടലോടെ നോക്കി വെക്കുമ്പോൾ ഉർവശിക്കും രാധികയ്ക്ക് വേണ്ടി പണവുമായി ശ്യാമ അവിടേക്ക് എത്തിയത് കണ്ട് അമ്പരന്ന് നിൽക്കുകയാണ്.
പ്രിയങ്കയും സുകുമാരിയമ്മയും ഇതെന്താണ് സംഭവിച്ചതെന്നും എങ്ങനെയാണ് ഈ ഈ ഇത്രയും വലിയ തുകയുമായി ശ്യാമ അവിടേക്ക് എത്തിയതെന്നും എന്തിനാണ് ഇത്രയും വലിയൊരു തുക അവർക്ക് നൽകുന്നതെന്നും ആശങ്കയോടെ സുകുമാരിയമ്മയും പ്രിയങ്കയും മന്ദിച്ച് നിൽക്കുമ്പോൾ അമ്മയെന്ന് വിളിച്ചുകൊണ്ട് രാധിക ശ്യാമയ്ക്ക് അരികിലേക്ക് ചെല്ലുമ്പോൾ മോളെ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുകയാണ് ശ്യാമ രാധികയെ. എൻ്റെ മോളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടായാൽ ആ പ്രശ്നം പരിഹരിക്കേണ്ടത് അവളുടെ അമ്മയായ എൻ്റെ കടമയാണെന്നും നിങ്ങളുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നിങ്ങൾ മൂലം എൻ്റെ മോളുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ കുഴപ്പങ്ങൾക്കും ഇതോടെ താൻ പരിഹാരമുണ്ടാക്കുമെന്നും ഇന്ന് തന്നെ ഈ പ്രശ്നം താൻ പരിഹരിച്ചിരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് അവരാവശ്യപ്പെട്ട 25 കോടി രൂപ അതിൻ്റെ ചെക്ക് ലീഫ് പ്രിയങ്കയ്ക്കാണ് രാധികയ്ക്ക് വേണ്ടി ശ്യാമമിടം. ആ കാഴ്ച കണ്ട് സന്തോഷത്തോടെ ആരതിയും വരണം നിൽക്കുമ്പോൾ ഇത്രയും വലിയൊരു തുക നൽകി കണിമംഗലത്തെ ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിച്ചെങ്കിലും അതോടൊപ്പം തന്നെ പരമേശ്വരന് വലിയൊരു തിരിച്ചടി കിട്ടിയ വേദനയായിരുന്നു ആ നിമിഷം അവിടെ അനുഭവിച്ചത്. മകളുടെ ജീവിതം സുരക്ഷിതമാക്കാനായി താൻ നൽകിയ ഒരു സമ്മാനം മാത്രമാണ് ഈ തുകയെന്ന് ശ്യാമ പറഞ്ഞ് അതിൻ്റെ വലിപ്പം കുറയ്ക്കാനായി ശ്രമിക്കുമ്പോഴും പരമേശ്വരൻ്റെ മനസ്സിൽ തൻ്റെ മകന് താൻ നൽകിയ വാക്ക് പാലിക്കാൻ കഴിയാതെ പോയതിൻ്റെ നിരാശയും വേദനയും കുറ്റബോധവും ആ അച്ഛനെ അലട്ടുന്നുവെന്ന് മനസ്സിലാക്കിയ പരമേശ്വരന് ആശ്വാസവാക്കുകൾ കൊണ്ട് മൂടുന്നു.